ടാലന്റ് ഉണ്ട്. ഓൻ ശരിക്കും ഡബ്ല്യൂ ആയിരുന്നോ ചാറ്റ്? എനിക്ക് മാത്രം തോന്നിയാന്നോ ഓന്റെ പാട്ട് നല്ലായിരുന്നോ? നമ്മൾ ടാലന്റ് ഉള്ളവരെ പ്രോത്സാഹിപ്പിക്കാന്നുള്ള ഡിസിഷനല്ലേ എടുത്തത്. എന്താ പാട്ട് പാടാൻ വേണ്ടിട്ട് മലപ്പുറത്തുനിന്ന് വന്നതാ പോലും. മലപ്പുറത്ത് മോനെ ഇന്ന് ഷോർട്ട് സ്ട്രീമാന്ന് പറയണ. പക്ഷേ ഗസ്റ്റുകൾ കുറെ ഉണ്ട്, കുറച്ചുപേരെ ഒഴിവാക്കാം. പക്ഷെ അത്യാവശ്യം എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ചുപേരെ മാറ്റി നിർത്തിയിരുന്നു. വിളിക്ക്. അപ്പൊ ഇന്നൊരു ഷോർട്ട് സ്ട്രീം ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ ആൾക്കാരുണ്ട് എന്നാ പറയുന്നത്. മമ്മൂന് BGM ഇട്ട് വരാൻ അവാർഡ് വാങ്ങി വരാനല്ല പൊട്ട. കാര്യമുണ്ട് അവാർഡ് വാങ്ങിയിട്ടല്ലോ വരുന്നത്. ഓര് മറ്റേ ഒളിഞ്ഞു നോക്കിയ കേസിൽ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. ഓർക്ക് എന്തിനാ BGM പറഞ്ഞാൽ ഞാനും ആലോചിക്കുന്നത്. പിന്നെ ഓന്റെ ഒരു ആഗ്രഹം എന്നുള്ള ലെവലില് ഇത്ര ദിവസം പണിഷ്മെന്റ് കൊടുത്തില്ലടാ. അപ്പൊ പിന്നെ ഇതെന്താ ഇതാര്? അസ്സലാമലൈക്കും. എന്താ പേര്? അഭിനവ്. എവിടുന്ന് വരുന്നത്? ആ NRC ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്റെ ജോലിയൊക്കെ വിട്ടിട്ടാണ് ഞാൻ വന്നത്. ജോലി സാറാ ഇരിക്ക്. മാഷെ അടിക്കരുത് നമ്മളാ. നമ്മ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ലേ മാഷോ? കാര്യം പറ വെറുതെ. ഞാൻ ഹിന്ദി അധ്യാപകനാ. അമ്മ സത്യം ഹിന്ദി അധ്യാപകനാ. എനിക്കൊരു ട്യൂഷൻ സെന്റർ ഉണ്ട്. അപ്പൊ സ്കൂളിൽ റിസൈൻ ചെയ്തിട്ട് MRC ഗ്യാങ്ങിൽ മെമ്പർ ആവാൻ 10th മെമ്പർ ആവാൻ വേണ്ടിട്ട് വന്നു. അതും തിരുവനന്തപുരം ഹിന്ദി മാഷ്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? തീരുമാനം എനിക്ക് നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ചാവാൻ പോലും പോയ ഞാനാണ്. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ പ്രത്യേക ഒരു ചാവാൻ പോയോ? കുറച്ച് ഫാമിലി ഇഷ്യൂസ്, അത് തൽക്കാലം ഇപ്പൊ പറയണ്ട. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഉന്മേഷമുള്ളൂ സത്യം പറഞ്ഞാല്. അപ്പം നിങ്ങളുടെ ഗ്യാങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉപദേശിക്കാൻ തന്നെ ആരും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനുണ്ടെങ്കിലും അമ്മയാണ് എല്ലാം. ഇല്ല ഞാൻ എനിക്ക് 26 വയസ്സേ ഉള്ളൂ. 26 വയസ്സാ. ട്യൂഷൻ സെൻ്റർ ഉണ്ട്. ഡാൻസ് അധ്യാപകനാണ്. ക്ലാസിക്കൽ ഡാൻസ്. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ കുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. ആണോ? എത്ര വർഷമായി സാറായിട്ട്? 3 വർഷം. ഞാൻ 2017-20 യൂണിവേഴ്സിറ്റി കോളേജിൽ BA ഹിന്ദി ഡിഗ്രി, പിന്നെ MA 2020-22, പിന്നെ 23-24 B.Ed, പിന്നെ അപ്പോഴത്തന്നെ സ്പോട്ടിൽ തന്നെ അധ്യാപകനായിട്ട് കയറി. പിന്നെ ഇങ്ങോട്ട് വന്നു. വീട് നാടും എല്ലാം ഉപേക്ഷിച്ചു. എനിക്ക് ട്യൂഷൻ സെൻ്റർ ഉണ്ട്. ഞാൻ ട്യൂഷൻ സെൻ്റർ അനിയനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. നോക്കിക്കോളണം എന്ന് ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ട്യൂഷൻ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? 150ഓളം കുട്ടികളുണ്ട്. എത്രാം ക്ലാസ് തൊട്ട്? 1 മുതൽ ഏകദേശം പ്ലസ് 2 വരെ. ഇൻസ്റ്റയിൽ സെർച്ച് നോക്കിയാൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽ കാണാൻ പറ്റും. എൻ്റെ ട്യൂഷൻ സെന്റർ എല്ലാം അത് ഞാൻ നോക്കാം. പക്ഷേ ഇത് നിങ്ങള് സ്കൂളിൽ അധ്യാപകൻ എന്തിന്? അല്ല, ഞാൻ ഒരു കാര്യം അതൊരു മാച്ചിങ് അല്ലല്ലോ. നിങ്ങളിപ്പോ ഇത്രയും കാലം പഠിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയല്ലേ? കഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ പഠിച്ചു കിട്ടിയതാ. കഷ്ടപ്പെട്ടിട്ടില്ല, വെറുതെ പഠിച്ചാൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തേണ്ടോ? ഞാൻ പഠിച്ചു, വെറുതെ ഇരുന്ന് പഠിച്ചു. കഷ്ടപ്പെട്ടില്ലേ? എനിക്ക് കഷ്ടപ്പാടായിട്ട് തോന്നിയില്ല. അങ്ങനെയൊന്നുമില്ല. കോപ്പി അടിച്ചൊക്കെ തന്നെ ഞാനും മാർക്ക് വാങ്ങിച്ചത്. ബുദ്ധിജീവി ഒന്നുമല്ല, കോപ്പി അടിച്ച് തന്നെ മാർക്ക് വാങ്ങിച്ചത്. അപ്പൊ നാളെ പുറത്താവും ചിലപ്പോ. സ്കൂളിൽ റിസൈൻ ചെയ്തു. ശരിക്കും വന്നത് തിരിച്ചറിയാൻ കഴിയില്ല. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താ? സ്ക്രിപ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഓരോ ആൾക്കാർ ഗസ്റ്റ് വരുമ്പോൾ ഓരോ കാര്യങ്ങളോട് സംഭവിക്കും. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാനും പലതും നോക്കാറുണ്ട്. ഇതൊക്കെ സ്ക്രിപ്റ്റ് അല്ല, ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ല, ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഞാൻ എങ്ങനെ തൊപ്പിയ പരിചയം സ്ക്രിപ്റ്റ് ആണെന്ന് പറയാനായിട്ട് ട്രിവാൻഡ്രത്തുള്ള ഞാൻ അല്ല, പരിചയപ്പെടാൻ വായികളുണ്ട്, ഫോണിൽ കൂടെ പരിചയപ്പെടാൻ പോലെ. അങ്ങനെ അല്ലല്ലോ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു അധ്യാപകൻ 10th മെമ്പറായിട്ട് MRC ഗ്യാങ്ങിലേക്ക് അവര് നെറ്റ് ഇൻസ്റ്റയിൽ കയറി നോക്കാൻ പറയൂ. ഞാൻ നോക്കാം. ഇത് ഇൻസ്റ്റാന്റെ പ്രൊമോഷൻ ഒന്നും അല്ലല്ലോ. ഓക്കെ, പേര് പറ. അല്ല, അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്ത് പറഞ്ഞാൽ മതി. അതിൽ കാണിക്കാണ്ട് എന്താ പേര് പറ? അബീസ് ഫ്രഷേഴ്സ്. ABHI AES FRESH ഇതോ? ഇതിലെവിടെയാണ് മാസമായിട്ടുള്ള ഇത്? എവിടെ?
മൊത്തം അത് തന്നെ മുകളിലോട്ട്. അതാണ് എൻ്റെ ട്യൂഷൻ സെൻറ്റർ. ഏതാ? ബ്രൈറ്റ് ട്യൂഷൻ സെൻറ്റർ. ഓക്കെ. നിങ്ങൾക്ക് ജോലി മടുത്തതല്ലേ, എനിക്കിങ്ങനെ കുറച്ച് അടക്കി ഒതുക്കി ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇതാവണം. അല്ല, നിങ്ങളെ ക്ലാസ് എടുക്കുന്നത് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇത് അധ്യാപകനാടാ. അത് ഞാൻ അതെനിക്ക് നന്നായിട്ട് കേൾക്കൊണ്ടു. അങ്ങനെ അവളുടെ ബർത്ത്ഡേ ആയി. ബർത്ത്ഡേക്ക് മുന്നേ തന്നെ നമ്മൾ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അനശ്വരയെ ഒന്ന് ഞെട്ടിക്കണം. പഠിപ്പിക്കുന്ന അധ്യാപകരോടും പഠിക്കുന്ന കുട്ടികളോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനശ്വരയ്ക്ക് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം നമ്മുടെ ആദ്യ പബ്ലിക്. ശരി. എന്താ അത് സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുപോയതാ ഡാൻസിന്. ഡാൻസ് മാസ്റ്ററുമാണ്. അതെ അതെ. ഇത് ഭരതനാട്യം അങ്ങനത്തെ ശരി, എല്ലാം ചെയ്യും. ചതിക്കപ്പെട്ടവന്റെ അവസ്ഥയോ? ആരാ നിങ്ങളെ ചതിച്ചേ? തേപ്പ് കിടന്നോ? അത് വേറെ. തേപ്പ് കഥ പറ. ഒരുപാട് വേദനകൾ ഉള്ളിൽ ഒതുക്കി നടക്കുന്നു. തേപ്പ് കഥ ആണോ? പ്രണയം ഉണ്ടോ? ഉണ്ടായിരുന്നു. അതന്നെ ആ കഥയാണ് കേക്കട്ടെ. തേപ്പ് കഥ പറ കേക്കട്ടെ. അങ്ങനെയല്ല, B.Ed പഠിച്ചുകൊണ്ട സമയത്തായിരുന്നു. കുട്ടിയുടെ പേരൊന്നും തൽക്കാലം അതൊന്നും പറയരുത്, ഒരിക്കലും പറയരുത്. കേരള ഹിന്ദി പ്രചാരസഭ. അല്ല, അത് ഹിന്ദി പ്രചാരസഭ. വഴുതക്കാട്. നമ്മളടുത്താ തെക്കാടിന്റെ അടുത്താ. ഇവരുടെ വേറൊരു വൈബ് ക്രിയേറ്റ് ചെയ്തല്ലോ. ഇവര് വേറൊരു ടീമായല്ലോടാ. നമ്മളെന്താ? അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഏരിയയാണ്, ഒരു 4-5 കിലോമീറ്റർ അടുപ്പിച്ചുള്ള ഏരിയയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല കമ്പനിയായിരുന്നു. എനിക്ക് ആ കുട്ടിയാണ് വർക്കൊക്കെ എഴുതി തരുന്നത്. ഞാൻ പൊതുവേ അങ്ങ് ഉഴപ്പ് ടൈപ്പാണ്. അപ്പോൾ ആ കുട്ടിയാണ് വർക്കൊക്കെ എഴുതി തരുന്നത്. അങ്ങനെ ഇഷ്ടമായി അവസാനം നല്ല ഇതായിട്ട് അവസാനം ഈ മാർച്ച് മാസത്തിൽ അവൾ വേറൊരു അവളോടൊപ്പം ഇറങ്ങി പോയി. ഈ കഴിഞ്ഞ 3 മാസം ആ മാർച്ചോടുകൂടി ഞാൻ അങ്ങ് ഡൗൺ ആയി. അതോടുകൂടി അത് ഇറങ്ങി പോണത് പോട്ടെ, എന്റെ പേര് എന്തിന് എഴുതി വെച്ചു? വേറൊരുത്തനോട് ഇറങ്ങി പോയിട്ട് എന്റെ പേര് എന്തിന് അവള് കുറിപ്പായിട്ട് എഴുതി വെച്ചു? നിങ്ങൾക്ക് അടികൊള്ളാനായിരിക്കും. അത് ഞാൻ മനസ്സിലായില്ല, ഒന്നുകൂടി പറ. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആ വീട്ടില് കുറിപ്പ് എനിക്കല്ല, എനിക്കും പിന്നെ എന്റെ ക്ലാസ്സിലെ ഹിമ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേര് എഴുതി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് എന്നെ വിളിക്കും. അപ്പം ഇതിൻ്റെ പേരിൽ എനിക്ക് സ്റ്റേഷനിൽ ആദ്യമായിട്ട് കയറേണ്ടി വന്നു. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാൽ വിളിച്ച് പറയുന്നത് വേറെ ആളുടെ ഒപ്പമാണ് പോയേക്കുന്നത്, ആ പയ്യനെ അങ്ങ് വിട്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് നാട്ടിലൊക്കെ അറിഞ്ഞു. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ നാണക്കേട് എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. പക്ഷേ ട്യൂഷൻ സെൻ്റർ ഉള്ളത് കൊണ്ടും അധ്യാപകനായതുകൊണ്ടും ഒരു ഇങ്ങനത്തെ ഒരു കേസിൽ ഇങ്ങനെ പോണത് അതൊരു പെണ്ണിനെ നമ്പിനാൽ അങ്ങനെയല്ല. അപ്പൊ അതാണ് കഥ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഡൗൺ ആയതല്ലേ? അപ്പോൾ ഇപ്പൊ റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ മാർച്ച് 10th എന്ന് പറഞ്ഞ ചാറ്റിനോട് ചോദിക്കണ്ടു. ചാറ്റ് എന്തായി എടുത്ത കിക്ക്? ഇപ്പൊ തന്നെ കിക്ക് എന്ന് പറയുന്ന ആൾക്കാർ സ്ക്രിപ്റ്റ് കിക്ക് എല്ലാം കൂടുതൽ ആൾക്കാർ പറഞ്ഞു. ചാറ്റ് എന്താ ചെയ്യണ്ടേ? ചാറ്റ് പറ. ഓഡീഷനിൽ ചാൻസ് കൊടുക്കണോ വേണ്ടയോ? യെസ് ഓർണോ? കാരണം ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇവരാ. എനിക്ക് നിങ്ങളെ ഒരു വൈബെല്ലാം കണ്ടിട്ടൊരു ഒരു ഓഡീഷൻ, എന്തായാലും ഓഡീഷൻ കൊടുക്കണം എന്ന് എനിക്കുണ്ട്. ഒരു അധ്യാപകനെല്ലാം വന്നിട്ട് നമ്മളോട് ചോദിക്കുമ്പോ അല്ല, അങ്ങനെ നിങ്ങൾ കാണണ്ട. എന്നെ നിങ്ങളുടെ ഒരു ആളായിട്ട് മാത്രം അധ്യാപകന്റെ ആ ഒരു ഇത് കള അത് വിട്ട് അത് പോയിട്ട് ഫുൾ ജോളിയാണ്. അത് വിട്ട് അധ്യാപകൻ എന്ന് പറഞ്ഞ സാധനം തൽക്കാലം ഇവിടെ വേണ്ട. നിങ്ങൾ ആ ഒരു തന്നെ കാണല്ലേ പ്ലീസ്. ആ ഒരു രീതിയിൽ അധ്യാപകൻ വേണ്ട. ഞാൻ എന്റെ ട്യൂട്ടർ പഠിക്കുന്ന കുട്ടികളെ അണ്ണാന്ന് വിളിക്കാനാണ് ഞാൻ പറയുന്നത്. എന്നെ സാറെന്ന് വിളിക്കുന്നത് അത്ര വലിയതൊന്നും അല്ല. അപ്പൊ MRC അഭിനവ് ബ്രോ എന്തൊക്കെയാണ് വിശേഷം? നോവ, കൂടുതലും നോവ. എന്തായാലും നിങ്ങള് ഇല്ല യെസ്സുണ്ട്. ഞാൻ 6 2.1 ശരിയാലോ? 6 പോലത്തെ കുറെ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, സംസാരം ഏകദേശം അകത്തന്നെ, കണ്ണടയുണ്ട്. താടി പഠിച്ച 6 ആവില്ല. 6 കുറെ അല്ലല്ല, ഞാൻ അങ്ങനെ ഇൻസൾട്ട് ആയിട്ട് ഞാൻ ഇൻസൾട്ട് ആയിട്ട് പറയുന്നല്ല കേട്ടാ. 6 അത്രയും വിദ്യാഭ്യാസം ഉള്ള ഒരാളാ. എനിക്ക് ഈ ഇൻസൾട്ട് എന്ന് പറഞ്ഞ സാധനം വേണ്ട. അധ്യാപകം മാറ്റി പോയി പുതിയൊരാള് ഒരു
എനിക്ക് നിങ്ങളുടെ ഗ്യാങ്ങിൽ അല്ല ഒരാൾ പറഞ്ഞ 6 സൂപ്പർ ചാറ്റ്. അതെല്ലാം ഞാൻ പറയട്ടെ, ഞാൻ അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ അമ്മയോടും അനിയനോടും പറഞ്ഞ് എല്ലാം ഞാൻ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ നിന്റെ ഗ്യാങ്ങിൽ ചേരാൻ വേണ്ടി ഓടി വന്നേക്കുന്നതാണ്. പക്ഷെ അപ്പൊ ഒന്ന് വിളിച്ചു ചോദിക്കണ്ട ഗ്യാങ്ങിൽ കേട്ടുവോ അല്ലെങ്കിൽ ഗ്യാങ്ങിൽ ഒരു ഓഡീഷൻ ഞാൻ കിട്ടുമോ? ഇവർക്ക് എല്ലാവർക്കും ഞാൻ പേഴ്സണൽ മെസ്സേജ്, എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന്. പക്ഷേ പേഴ്സണൽ മെസ്സേജ് അല്ലേ ബ്രോ, അതെങ്ങനെ അറിയാൻ പറ്റും? എത്ര ഒരുപാട് പറഞ്ഞതല്ലേ. അല്ലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സൂപ്പർ ചാറ്റ് ഇട്ട് ഇതിൽ പറഞ്ഞാൽ ഞാൻ കാണുമായിരുന്നു, അല്ലെ എങ്ങനെയെങ്കിലും തന്നെ അറിയിക്കാൻ നോക്കായിരുന്നു. ഇതിപ്പോ ഒന്നും പറയാണ്ട് റിസൈൻ ചെയ്തിട്ട് ഓടി ഇനി നിങ്ങൾ തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യും? തിരിച്ച് സ്കൂളിൽ കയറാൻ പറ്റുമോ? അതെ, ഓഡീഷനിൽ ഒരുപാട് ആൾക്കാർ കാണും. അതിലിപ്പോ ബ്രോക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതാ ഇപ്പൊ തന്നെ ഓഡീഷനിൽ 3 പേരായി. ഞാൻ ഒരു എന്താണ് മറ്റേ അല്ല ഓഡീഷനിൽ വേണം നമുക്ക്, അല്ല ഓഡീഷന് കൊടുക്കാം, ചാൻസ് കൊടുക്കാം, ഓഡീഷന് ചാൻസ് കൊടുക്കാം. പക്ഷേ അതങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് തന്നെ കിട്ടും. കാരണം നിങ്ങളെപ്പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്, മനസ്സിലായോ? ബാക്കി ഇനി 3 ആൾക്കാരുണ്ട്, ഇപ്പം നിങ്ങൾ 4ാമത്തെ, ഒരു 5-8 ആൾക്കാർ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഓഡീഷൻ വെക്കും, മനസ്സിലായോ? അപ്പോൾ ഇപ്പോഴേ ഉറപ്പിക്കല്ലേ നിങ്ങൾ? അവിടെ നിന്ന് എല്ലാം കളഞ്ഞിട്ട് ഓടി വന്നേക്കണത് ഇതിനു വേണ്ടി മാത്രം. അതാണ് എൻ്റെ നെഞ്ചിരിക്കുന്നത്, അത് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പം പറയും സ്ക്രിപ്റ്റ് എന്ന്, അതെന്ത് ചെയ്താലും അവിടെ സ്ക്രിപ്റ്റ് വരും, അത് നോക്കണ്ട. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളെ കാര്യം ഇതെന്ത് ചെയ്യുവാന്? തിരിച്ചു പോയി സംഭവം പറ, കാര്യം പറ. ഞാനിവിടെ നിന്നോളാം, എന്ത് ജോലിയാലും ഞാൻ ചെയ്തോളാം, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കിപ്പോ അങ്ങനെ പെട്ടെന്ന് ഒരാളെ ഒരു ദിവസം എടുക്കാനൊന്നും കുറച്ച് നിയമവശങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കുറച്ച് നിയമവശങ്ങളുണ്ട്. ആദ്യം ഇപ്പോൾ ഒരു ഓഡീഷൻ ഉണ്ട്, ഓഡീഷനിൽ ഒരുപാട് പേര് വരും, അതിൽ നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. ഇൻ കേസ് കിട്ടിയാൽ പോലും ഈ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ PCC നിയമപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അല്ല പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, മനസ്സിലായ? നിങ്ങളായതുകൊണ്ടല്ല, അത് ആരായാലും പുറത്തുനിന്ന് ആര് വന്നാലും അങ്ങനെ തന്നെയാണ്. ഞാൻ രണ്ടും നിങ്ങൾ ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മൊത്തം കാര്യങ്ങളും നോക്കണ്ടേ? ഇത് കുറച്ച് റൂൾസ് ഇല്ലേ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ എടുക്കാന്നുള്ളതല്ലോ. ഓഡിഷൻ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഓഡിഷൻ വെക്കും ഒരു ദിവസം. അപ്പോൾ ഓഡിഷന് വന്നിട്ട് എല്ലാവരെയും ഞാൻ നോക്കും, മനസ്സിലാവും? അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആരാന്ന് നോക്കിയിട്ട് അവരെല്ലാം എടുക്കാൻ പറ്റും. കാരണം നമ്മളിത് ഇനി ലാസ്റ്റ് മെമ്പറാണ്, ഇനി ഒരാളെ നമ്മൾ എടുക്കൂല. 10th മെമ്പർ എന്ന് പറഞ്ഞാൽ എമർജൻസിന്റെ ലാസ്റ്റ് ഇതാ. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത ആളെ നോക്കും, മനസ്സിലാവും? ഇത് ഓഡിഷൻ ഇപ്പൊ എന്താ നോക്കി നിങ്ങളെ കഴിവുകൾ കാണിച്ചോ. എന്തായാലും ഇപ്പം എന്തായാലും എനിക്ക് എടുക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും നിങ്ങളെ ടാലൻറ്റ് കാണിച്ചോ, എന്നിട്ട് ഓഡീഷൻ എന്തായാലും ഒരു സംഭവം നമുക്ക് നോക്കാം, അല്ലേ? അല്ല ചാറ്റ്, ഇതിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിപ്പോൾ ഒരാളെ ജീവിതം ഞാൻ കാരണം പോയ പോലെ ആയല്ലോ ഇത്. ഞാൻ അവിടെ നിന്നെല്ലാം ആ ഒരു ഇതിലാണ് വന്നത്, ആ പ്രതീക്ഷയിലാണ് വന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സൂപ്പർ ചാറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഞാൻ കാണുമായിരുന്നു. ഇതിപ്പം മെസ്സേജ് പറഞ്ഞില്ല, ഞാൻ അവിടെ ഇവിടെ മാറി നിന്നോളാം, എന്നെ ഗ്യാങ്ങിൽ എടുത്താൽ മതി. ചേട്ടാ എന്തായിരുന്നു പേര്? അഭിനവ് സാർ വേണ്ട പറഞ്ഞ. അപ്പൊ എന്താ കഴിവുകൾ എന്താ? ഹിന്ദി ടീച്ചർ അല്ലേ? ഹിന്ദി അറിയാൻ നന്നായിട്ട്. അപ്പൊ മങ്കിലല്ലേ ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഡാൻസ് ചെയ്യാം, വേണമെങ്കിൽ മമ്മൂനെ ഡാൻസ് പഠിപ്പിക്കാം, ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാം. വേണം പിന്നെ ഡാൻസ്, ഏത് ഡാൻസും. പിന്നെ അത്യാവശ്യം കവിത പാട്ട്, അത്യാവശ്യം കവിത പാടും. പാട്ട് പാടൂല, അത്യാവശ്യം കവിത പാടും, പാട്ട് പാടുക, അതൊന്നും കുഴപ്പമില്ല. അല്ല മമ്മൂനെ ഡാൻസ് പഠിപ്പിക്കുക, ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരി? ഈ മമ്മും ക്ലാസിക്കൽ ഡാൻസും തമ്മിൽ അത്രയും ദൂരമുണ്ട്. അവനെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം, വേണം കളിപ്പിച്ച് റെഡിയാക്കി എടുക്കാം. കളിപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നല്ല ഡാൻസർ ഇവനെ പഠിപ്പിക്കും, ഈ ടാങ്കർ ലോറിനെ പഠിപ്പിക്കും. ഇവിടെ പ്രത്യേകിച്ച് ടാലന്റ് കഴിവില്ലാത്തത് പറഞ്ഞ റാംബോ. പിന്നെ ഇവരും കഴിവൊന്നുമില്ല, പക്ഷെ ഇവൻ കൊണയും അടിക്കും, റാംബോ കൊണയും കൂടി അടിക്കൂല. അല്ല, പക്ഷെ റാംബോയുടെ ആ ഒരു എൻട്രി ഉണ്ടായിരുന്നു ലൈവില്, അത് ഭയങ്കര എപ്പോഴായിരുന്നത്? കോൾ മീ റാംബോ എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞ ഓക്കെ. എന്തായാലും എല്ലാവരും കിക്ക് എന്നല്ല പറയുന്നത്. അപ്പം ചേട്ടൻ എന്തായാലും ഒരു പാട്ടല്ല, നിങ്ങളെ ഡാൻസ് നമുക്ക് ടാലന്റ് കാണിച്ചിട്ട് ഇപ്പം എന്തായാലും ചേട്ടൻ പോകേണ്ടി വരും. കാരണം അങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി ഇതൊന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല, മനസ്സിലാവും? അപ്പം എനിവേസ് ചെക്ക് എന്ത് ചെക്ക്? ഫിദാഷറിന് ചെക്കോ? എന്താ ഫിദാഷറിന് എന്താ കിട്ടന്? അയാളെ വീഡിയോന്റെ കമന്റ് ബോക്സ് ചെക്ക് ആക്ക്. അയാൾ ഒരു
അതെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് ഇതുണ്ട്, ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റ വഴിയാണ് ഞാൻ കുറച്ച് പൈസ വാങ്ങിച്ചത് ആൾക്കാരെ നിന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് ഞാൻ വായിക്കട്ടെ. ഒരു കുഴപ്പമില്ല. അയാൾ വീഡിയോയുടെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക. അയാളൊരു കള്ളനാണ്, കള്ളനാണെന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് തെറി പറയിപ്പിക്കരുത്, അബി വൈബ്സ് അയാൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നുണ്ട്. എന്താ എക്സ്പ്ലെയിൻ ചെയ്തോ, എന്താ കാര്യം എന്ന് പറ. അത് ഏത് രീതിയിലാണ് ഞാൻ കാശ് കുറച്ച് പേർക്ക് ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ട് തുപ്പി. കുറച്ച് പേരിൽ ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ട്. കാശ് വാങ്ങിച്ചത് എനിക്ക് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് പറ്റിയിട്ടില്ല. കാരണം എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ളതും അതൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് പ്രശ്നമായിരുന്നു എൻ്റെ ഇത്. അതായിരിക്കും ഇങ്ങനെ പറയുന്നത്. കുറച്ച് പേർക്ക് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഞാൻ 1,60,000 രൂപ അടുപ്പിച്ച് 25 ദിവസം കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ വന്ന് ഫുള്ളായിട്ട് സ്പ്രെഡായി. ഫുള്ളായിട്ട് എന്താണ് കയ്യിൽ നിന്ന് എല്ലാം പോയി. അങ്ങനെയാണ് കുറച്ച് പേർക്ക് പൈസ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഇല്ലാത്തവരും കൊടുത്തവരൊക്കെ ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഈ 1 ലക്ഷം വാങ്ങി 1,60,000 കൊടുക്കണമെങ്കിലും അത് നിങ്ങൾ സമ്മതിച്ചിട്ട് വാങ്ങിയതായിരിക്കുമല്ലോ. അതെ, പലിശ നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് വാങ്ങുന്നല്ലേ. അപ്പൊ തിരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളെ റെസ്പോൺസിബിലിറ്റി അല്ലേ? അല്ലേ? ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് കുറച്ച് പേർക്ക് ഇപ്പോഴും പെൻഡിങ് ആണ്. അത് സ്റ്റില്ലൊരു പ്രശ്നമല്ലേ, ഒരു തെറ്റല്ലേ അല്ലേ? ഫൈനാൻഷ്യൽ ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാർ അല്ല, ഇവർക്കിപ്പം ഇതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നമായിരുന്നു. ഇപ്പോഴും ആണല്ല എന്ന് പറയുന്നില്ല. ഞാനത് അതും കൂടെ ലൈവിലൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്. ഞാൻ എൻ്റെ ഇതിൽ വീഡിയോ ഇട്ടിട്ട് 4 മാസമായി. 4 മാസമായി. ഏതില്? എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ട് പഴയ വീഡിയോസ് 4 മാസമായി. അപ്പോൾ അതും കൂടെ കൊണ്ടും ഇപ്പോൾ എല്ലാം കൂടെ കൊണ്ട് ഞാൻ ബ്ലോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതും കൂടെ എനിക്ക് ഇവിടെ വന്ന് ഞാൻ ചത്തിട്ടില്ല. കാരണം എൻ്റെ ഫോൺ ഓഫാണ്, ഫോൺ പ്രശ്നമാണ്. എന്നെ വിളിച്ച ആർക്കും കിട്ടത്തില്ല. അത് ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഇവിടെ ഇതായിട്ട് നിൽക്കുകയാണെന്ന്. അല്ലെങ്കിൽ എനിക്ക് ലൈവിലൊന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിവിടെ ജീവനോടെ ഉണ്ട്, പൈസ എന്തായാലും തന്ന് തീർക്കും എന്നുള്ള രീതിയിൽ പറയണമെന്നുള്ള രീതിയിലാണ്. മൊത്തം എത്ര കടമുണ്ട്? ഏകദേശം ഒരു 12 ലക്ഷം. അല്ല ഈസായിട്ട് തീരും. ഹാർഡ് വർക്ക് ചെയ്യുക, അതെല്ലാം ഈസായിട്ട് തീരും. പിന്നെ എന്ന് വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ എല്ലാവരും ഇപ്പം നെഗറ്റീവ് പറയുന്നുണ്ട് ചാറ്റിൽ മൊത്തം. പോലീസ് കിക്ക് ഇതൊക്കെ പറയുന്നത്. അപ്പം എൻ്റെ സിറ്റുവേഷനും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങളെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അതിപ്പോൾ 3 സൂപ്പർ ചെയ്യുന്നു. പൈസ കഴിഞ്ഞ് ഇതെങ്കിലും നോക്കുക. അപ്പുറം അജ്മൽ മാലി ഫ്രം കാസർഗോഡ് ഇവനറിയാം. ഇവൻ്റെ അടുത്ത് വിസ എടുക്കാൻ വേണ്ടി കൊടുത്ത് പെട്ടുപോയ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ മണ്ണിലേക്ക് പോയി ഹെൽപ്പ് ചെയ്യാവോന്നാ. 1 ലാഖോ? അജ്മൽ മാലി ആരാ? അടി ഇതെല്ലാം എനക്കറിയില്ല. ഇതാരാ ഈ അജ്മൽ മാലി ആരാ? നീ അതുപോലെ 3 സൂപ്പർ ചാറ്റായിട്ട് പൈസ കഴിഞ്ഞ് ഇതെങ്കിലും നോക്കോ. ബ്രോ അജ്മൽ മാലി ഫ്രം കാസർഗോഡ് ഇവനെ അറിയോ? ഇവൻ്റെ അടുത്ത് വിസ എടുക്കാൻ വേണ്ടി കൊടുത്ത് പെട്ടുപോയ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ മണ്ണിലേക്ക് പോയി ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അജ്മൽ മാലിക് അങ്ങനത്തെ ഒരു വ്യക്തി എനിക്ക് അറിയില്ല. ചാറ്റ് ഭരത് മോഹൻ, താങ്ക് യു ഫോർ ദ $49. അതാ ഇന്നത്തെ ആദ്യത്തെ ബിഗ് സൂപ്പർ ചാറ്റ്. ഭരത് മോഹൻ $50 സൂപ്പർ ചാറ്റ്. മുത്തേ തൊപ്പി ഈ പാവം കുഞ്ഞിക്ക് കുറച്ച് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് സെറ്റ് ആക്കി കൊടുക്കപ്പോ പ്ലീസ് ഷൗട്ട് ഔട്ട് ഡീന ഭരത്. ഡൈന ഭരത്. ഓക്കെ ഡൈന, ബിഗ് ഷൗട്ട് ഔട്ട് ഡൈന ഭരത്. എടാ ഷൗട്ട് ഔട്ട് കൊടുക്കാൻ പറഞ്ഞു. ഷൗട്ട് ഔട്ട് കൊടുക്കാം. ഷൗട്ട് ഔട്ട് കൊടുക്കാൻ പോലും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു സ്ട്രീമേഴ്സ് ആവുക? നിങ്ങളെല്ലാം എങ്ങനെ സ്ട്രീമർ ആവുക? ഷൗട്ട് ഔട്ട് ഇപ്പൊ ഒരാളെ പേരിൽ ഷൗട്ട് ഔട്ട് കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യണ്ടോ? ഇപ്പൊ ഡൈന ഭരത്തിന് ഷൗട്ട് ഔട്ട് പറഞ്ഞാൽ ബിഗ് ഷൗട്ട് ഔട്ട് ഡൈന ഭരത്. ഇങ്ങനെ ഷൗട്ട് ഔട്ട് കൊടുക്കാം. ചവിട്ടാന്ന് ഇവന് കൊടുക്കേണ്ടത്. ഈ ബ്രോ അതാ ഫിദാഷറിന് അടുത്ത സൂപ്പർ ചാറ്റ് ഇട്ടാ. ബ്രോ ഇയാൾക്കെതിരെ കേസുണ്ട്. ഇയാൾ ബെറ്റിംഗ് ആപ്പ് പോലത്തെ സ്കാമർ ബ്രോ ആണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് കേസ് ഒരു ഷുവർ ബ്രോ തൊപ്പി അണ്ടർസ്റ്റാൻഡ് കേസ് ഉണ്ട്. പ്ലീസ് അയാൾക്ക് എന്താ കേസ്? എന്താ ഉള്ളത്? ഒരു കേസും ഇല്ല. എൻ്റെ അമ്മ സത്യം, പെറ്റമ്മ സത്യം, ഒരു കേസും എനിക്ക് ഇതുവരെ ഇല്ല. കേസുണ്ടെങ്കിൽ ഞാൻ ഈ ലൈവിൽ വന്നിട്ട് നിന്നെ പെടുത്തേണ്ട എന്താ ആവശ്യം എനിക്കുള്ളത്? ഏത് സ്റ്റേഷനിൽ വേണം വിളിച്ചു ചോദിച്ചു. എൻ്റെ പേരിൽ ഒരു ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു PCC എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പ്രശ്നം കഴിയും.
മനസ്സിലാവും, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ബ്രോ ഇപ്പം എന്തായാലും പോയിക്കോ, കാരണം അത്രയും ആൾക്കാർ കിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം ബ്രോ പോയിട്ട് ഇനി വരുമ്പോൾ ഒരു PCC സർട്ടിഫിക്കറ്റ്, ഒരു PCC എടുക്കുക, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങളെ പേരിൽ കേസൊന്നുമില്ല, നിങ്ങൾ ഫ്രീ ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അത് എടുത്തിട്ട് വരിക. പിന്നെ നിങ്ങളെ കാര്യങ്ങൾ, നിങ്ങൾ കടം കൊടുക്കാനുള്ള ആൾക്കാരോട് സമയം പറഞ്ഞോ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ട് അത് സെറ്റിൽ ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താ പറയുക, മനസ്സിലാവും, ഇത് ക്ലിയർ ചെയ്യണോ ഇവർ, മനസ്സിലാവും, അത് എനിക്ക് പ്രശ്നമാവും, മനസ്സിലാവും. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഞാനൊരു ചാൻസ് തരാം, ഓഡീഷനിലൊരു ചാൻസ് തരാം. അതുവരെ എനിക്കൊരു ചാൻസ് തരാൻ പറ്റുമല്ലോ ബ്രോ, കാരണം ഇത്രയും ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ ഞാൻ വ്യക്തിപരമായി അറിയാവുന്നതാണ്. നമ്മുടെ പട്ടണത്തിലാണ്, പട്ടണമോ ഞാൻ താമസിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ എൻ്റെ അടുക്കളയിൽ നിന്ന് വലിയ തുക കടം വാങ്ങി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പണം കുര്യാക്കോസ് GF ഇല്ലാത്ത അവിടെ വെറുതെ ഇതാക്കല്ലേ, അതാ പൊന്നു തൊപ്പി വഴിയെ പോടെ വള്ളി ഒന്നും എടുത്ത് തലയിൽ വെക്കല്ല, അയാൾ നാട്ടിൽ നിന്ന് മുങ്ങി വന്നതാ. എടാ പാവടം വിടറാ, സംഭവം ചങ്ങായി കുറച്ച് കടങ്ങളുണ്ടോ, അങ്ങനെ ഒരാളെല്ലാരും കൂടിയിട്ട് അങ്ങനെ ഇതാക്കല്ലോ. ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്തായാലും പുള്ളിനെ ഞാൻ പറഞ്ഞയക്കുക, പക്ഷെ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെ എല്ലാവരും ഇരുന്ന് അങ്ങനെ ഒരാൾ നെഗറ്റീവ് പറയല. അയാൾക്ക് കുറച്ച് കടങ്ങളുണ്ടാവും, അത് അയാൾ തീർക്കട്ടെ. അയാൾ അങ്ങനെ എന്താ കള്ളൻ എന്നുള്ള പറയില്ല, നമുക്കറിയില്ല, അത് തെളിവില്ലാണ്ട് നമ്മൾ ഇതാക്കാൻ പറ്റില്ല, ഒരാൾ അങ്ങനെ ക്രൂശിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ബ്രോ പോയിട്ട് കടങ്ങളെല്ലാം തീർത്ത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും തീർത്ത് PCC സർട്ടിഫിക്കറ്റ് എടുത്തിട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, വേറെ ഒന്നും വിചാരിക്കരുത്, കാരണം ഒരിക്കലും ആരെങ്കിലും വന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിനൊന്നൊരു തെളിവില്ലാത്ത ഒരു സംഭവം നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല, മനസ്സിലാവും. ഷമീർ റെസ്പോണ്ട് ആക്കുന്നുണ്ട്, ട്രേഡെക്സ് ഷമീറിനോട് റെസ്പോണ്ട് ആക്കാൻ പറയുന്നുണ്ട്. റേസ് യുവർ ഹാൻഡ് ഫോർ വേർഡ് ചോറി ഫോർ പബ്ലിക് ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സെർച്ച് ഇൻ ഗൂഗിൾ. വേർഡ് ചോറി ഫോർ പബ്ലിക്, അതെന്താ വേർഡ് ചോറി ഫോർ പബ്ലിക്? വേർഡ് ചോറി എന്താ? നേരത്തെ ആരോ പറഞ്ഞു വേർഡ് ചോറി. ബ്രോ അയാളുടെ വീഡിയോ അയാൾക്ക് എതിരെ കേസുള്ള കാര്യം പറയുന്നുണ്ട്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അയാൾ തന്നെ അയാൾക്കെതിരെ കേസുള്ള കാര്യം പറയുന്നുണ്ട്, കേസ് കൊടുക്കും എന്നുള്ള രീതിയിലാണ്. ബ്രോനെ കൊടുക്കാൻ നോക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡ്. നീ ഒരു പൊട്ടനാണ് കരുതിയ നീ ഉണ്ടാക്കാൻ ആൾക്കാർ വരുന്നത് അണ്ടർസ്റ്റാൻഡ് മൈ. അത്ര അത്ര പൊട്ടനൊന്നല്ല, നീ അങ്ങനെ പൊട്ടനായിട്ട് കരുതല്ലേ പ്ലീസ്. ഞാൻ പൊട്ടൻ കളിച്ചിട്ടുണ്ട് പണ്ട്, നീ അങ്ങനെ പൊട്ടനായിട്ട് കരുതല്ലേ, മനസ്സിലാവും. ഈ ഫിദ എന്ന് പറയുന്ന പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ബ്രോ? പെണ്ണാണ്. ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ₹1 പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും, ഒരൊറ്റ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് PCC എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാം, അല്ല PCC എടുത്തിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യും, അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അയാൾക്ക് കുറെ കേസ് ഉണ്ടായിരിക്കും, പക്ഷെ ആതിര എനിക്ക് തന്നെ ഇഷ്ടമാണ്. അതിന്റെ ഇടയിൽ മുട്ടച്ചോടവന് ശ്രീഹരിയിലൊട്ട ഇതെന്താടാ ഇതിന്റെ പരിപാടി? സീരിയസ് ടോക്ക് ഇവിടെ നടക്കുമ്പോ എടാ മതി ബ്രോ, എന്തായാലും വിട്ടോ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് ഞാൻ കാരണം നിനക്ക് പ്രശ്നം. അതാ ടാലന്റ് കാണിക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് തരാം. മൈൻഡ് പോയാലോ ഈ സാധനങ്ങളൊക്കെ PCC ക്ലിയർ ആക്കിയിട്ട് എല്ലാം ശരിയാവട്ടെ. ഈ സാധനങ്ങൾ കടങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ വരും. ഓക്കെ, ഒരു നാൾ, 1 ഡേ. അപ്പൊ കാണാം, ചെയ്യോ കേട്ടോ. ചാറ്റ് ഇതെന്താ നടക്കുന്നത് ഗൈസ്? ഞാൻ ഒരു കാര്യം പറ്റി, ഇതൊന്നും ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നതല്ല. എനിക്കൊന്നും ഇവന്മാരെന്ന് എനിക്ക് അറിയില്ല മുത്ത. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ പുറത്ത് കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ ലൈവ് തുടങ്ങുമ്പോൾ പുറത്തേക്ക് ആൾക്കാർ എന്ത് ഇതാക്കുന്നതിന് ഞാനെന്ത് ചെയ്യാറാ?